അക്രമം എന്ന് പറയുന്നത് അത് ഒരു തരം അക്രമങ്ങൾ വേറെയുമുണ്ട്. ആളുകളുടെ സമ്പത്ത് അപഹരിക്കുന്നത്, സ്വത്ത് അപഹരിച്ചെടുക്കുന്നത്, സ്ഥലക്കച്ചവടം നടക്കുമ്പോ കള്ളമായ രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, ഒരാൾ സ്വന്തമാക്കുന്നു, പിന്നീട് അറിയുന്നു അത് വിറ്റ ആളിന്റേത് പോലുമായിരുന്നില്ല സ്ഥലം, മറ്റാരുടേതോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റേത്. ഇയാളത് വാങ്ങി കുടുങ്ങിപ്പോയിരിക്കുന്നു. ഞാൻ ആരോട് പറയും? ഹലാലായ സമ്പാദ്യങ്ങൾ എത്രയോ ആളുകൾക്ക് നഷ്ടപ്പെടാൻ കാരണമാകുന്ന വളരെ വളരെ ക്രൂരമായ വഞ്ചനകൾ നടക്കുന്ന കാലമാണിത്. അല്ലാഹു തആല ഹബീബായ റസൂലുള്ളാഹി തങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചുവല്ലോ, മൻ ഗശ്ശനാ ഫലൈസ മിന്നാ, നമ്മെ വഞ്ചിക്കുന്ന ആളുകൾ നമ്മിൽപ്പെട്ട ആളുകളല്ല എന്ന്. റസൂലുള്ളാഹി തങ്ങളുടെ കാലശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്പെയിൻ മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വരുന്നു. സ്പെയിനിന്റെ ഭരണാധികാരിയായിരുന്ന അൽ മുഅ്തമിദ്, സ്പെയിനിന്റെ ഭരണാധികാരിയാണ് അൽ മുഅ്തമിദ്. ഒരുപാട് കാലം അന്തസ്സിൽ ഭരിച്ച ആളാണ്. സ്വന്തം പെൺകുട്ടികൾക്ക് മുറ്റത്തുകൂടെ നടക്കാൻ വേണ്ടി മണ്ണിൽ കസ്തൂരി വിതറിയിരുന്ന ആളായിരുന്നു അൽ മുഅ്തമിദ്. കസ്തൂരി വിതറിക്കൊടുത്തിരുന്ന ആള്. സ്വന്തം പെൺകുട്ടികൾക്ക് മുറ്റത്തുകൂടെ നടക്കാൻ, വെറും മണ്ണിലെന്റെ പെൺകുട്ടികൾ നടക്കരുത്, അവർ കസ്തൂരിയിൽ ചവിട്ടട്ടെ എന്ന് പറഞ്ഞ് കസ്തൂരി മുറ്റത്ത് വിതറിയിരുന്ന ആഡംബര പ്രിയനായിരുന്ന രാജാവായിരുന്നു അൽ മുഅ്തമിദ് എന്ന സ്പെയിൻ ഭരണാധികാരി. സ്പെയിൻ ഭരിച്ചിരുന്ന അൽ മുഅ്തമിദ് സ്വന്തം അയൽപക്കത്തെ നാട്ടുകാരൻ, ഒരു രാജാവ്, മുസ്ലിമായ മനുഷ്യൻ തന്നെ മറ്റൊരു രാജാവ് ആക്രമിക്കാൻ വരുന്ന രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ ഇയാൾ മുഅ്തമിദ് സ്വന്തം സൈന്യവുമായി അയൽനാട്ടിലേക്ക് ചെല്ലുകയും അവരുടെ അക്രമിയെ തുരത്തി ഓടിക്കുകയും ചെയ്യുന്നു. അയാൾക്ക് തോന്നുന്നു, ഈ നാടും ഞാനങ്ങ് പിടിച്ചെടുത്താലെന്താ? സഹായിക്കാൻ പോയതാണ്. സഹായിക്കാൻ പോയ വീട്ടിൽ ചെന്ന് ഉപദ്രവം ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കണം, ചില വീടുകളിൽ ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ, ആണുങ്ങളില്ലാത്ത വീടുകൾ, ഗൾഫുകാരും പ്രവാസികളുമായ വീടുകൾ, അവിടേക്ക് നിൽക്കാൻ സംരക്ഷണത്തിനും രാത്രികാലങ്ങളിൽ അവർക്ക് സംരക്ഷണത്തിന് ചെന്നു കൊടുക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അയാളിലൂടെ ആ വീട്ടിൽ തിന്മകൾ നടക്കുന്ന അപകടം പോലെ മുഅ്തമിദ് താൻ ആരെയാണോ സഹായിക്കാൻ പോയത് ആ നാട്ടുകാരനെ പിടിച്ചടക്കുകയും അയാളുടെ വാപ്പയെ, പെൺകുട്ടികളെ, അദ്ദേഹത്തിന്റെ ഭാര്യയെ എല്ലാവരെയും ബന്ദികളാക്കി പിടിക്കുകയും ആ രാജ്യത്തെ സമ്പത്ത് മുഴുവനും അപഹരിക്കുകയും ചെയ്യുന്നു. വാപ്പ പറഞ്ഞു, മോനെ, ഇന്നലെ വരെ നമ്മൾ അഭിമാനത്തിലായിരുന്നു, ഇന്നലെ വരെ അഭിമാനത്തിലായിരുന്നു. മുഅ്തമിദിനോട് നമ്മളാണ് സഹായം ചോദിച്ചത്, മുഅ്തമിദിനോട് സഹായ സൈന്യം വേണമെന്ന് നമ്മളാ പറഞ്ഞത്. എന്നിട്ട് ആ മനുഷ്യൻ നമ്മെ നിന്യന്മാരായി ഇന്ന് ജയിൽ പുള്ളികളായി പിടിച്ചുകൊണ്ടുപോകുന്നു. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ദഅവത്തുൽ മദ്ലൂം. മോനെ, നീ ഭരണാധികാരിയായിരുന്നപ്പോ ആരെയെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആക്രമിക്കപ്പെട്ട ആള് നിനക്കെതിരെ ചെയ്ത പ്രാർത്ഥനയുടെ ഫലമാണ്. ഞാനും നീയും അടക്കം നമ്മുടെ കുടുംബം ഇന്ന് ഈ ചങ്ങലകളിൽ ബന്ധിക്കാൻ കാരണം നമ്മൾ ആരെയെങ്കിലും ആക്രമിച്ചു കാരണം. അതുകൊണ്ട് അല്ലാഹുവിനോട് നമുക്ക് ചോദിക്കാം, അല്ലാഹുവേ, അല്ലാഹുമ്മ റബ്ബേ, ഞങ്ങൾ ആരെയെങ്കിലും ശിക്ഷിച്ചതിന്റെ അല്ലെങ്കിൽ അക്രമം ചെയ്തതിന്റെ ഫലമായി നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിച്ചിരിക്കുന്നു റബ്ബേ. ഇന്നലെ വരെ രാജാധികാരത്തിൽ ജീവിച്ച ഞങ്ങൾ ഇന്ന് ചിറപ്പുള്ളികളായി, ബന്ദികളായി മാറിയിരിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ. എന്നാലും ഞങ്ങളെ ആക്രമിച്ച മുഅ്തമിദ്, ആ മുഅ്തമിദിന് നീ ശിക്ഷ കൊടുക്കണമേ. പാതിരാത്രിയിലെ ദുആയാണത്. പാതിരാത്രിയിലെ ദുആ സംഭവിക്കാൻ പോകുന്നു. മുഅ്തമിദ് ബില്ലാഹ് ശരീരം തളരാൻ പോകുന്നു. ശരീരം തളരുന്നു, ശരീരമാസകലം തളരുന്നു. അദ്ദേഹത്തെ തൊട്ടടുത്ത രാജ്യത്തുകാരനായ യൂറോപ്പുകാരൻ ഭരണാധികാരി വരികയും മുഅ്തമിദിനെയും തന്റെ പെൺമക്കളെയും തന്റെ ഭാര്യമാരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. ആരായി? പെൺകുട്ടികൾ. കല്ലിൽ, മണ്ണിൽ ചവിട്ടാതിരിക്കാൻ കസ്തൂരി വിതറിയിരുന്ന, കസ്തൂരിയിൽ ചവിട്ട് നടന്നിരുന്ന പെണ്ണുങ്ങൾ. മുഅ്തമിദ് നല്ല കവിയായിരുന്നു. അദ്ദേഹം കവിത ചൊല്ലിയിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് പാട്ടുപാടിയിട്ടുണ്ട്. ആ മുഅ്തമിദിനെയും മക്കളെയും നിന്യന്മാരായി പിടിച്ചുകൊണ്ടുപോയി. എന്തിന്? സഹായം ചോദിച്ച നാട്ടുകാരനെ സഹായിക്കാൻ ചെന്നതിന്റെ ശേഷം ആ നാട് പിടിച്ചടക്കിയതിന്റെ കുറ്റത്തിൽ അല്ലാഹു കൊടുത്ത ശിക്ഷയായിരുന്നു.
ആ പെൺകുട്ടികൾക്ക് ഉടുക്കാൻ പോലും അന്യമായ വസ്ത്രമില്ലാതെ ജനങ്ങൾക്ക് തുന്നിക്കൊടുത്തുകൊണ്ടാ അവർ പിന്നെ ജീവിച്ചത്. വാപ്പയെ ജയിലിൽ പോയി കാണും. ഒരു പെരുന്നാൾ ദിവസം വാപ്പയെ കാണാൻ വേണ്ടി പെൺകുട്ടികൾ വന്നപ്പോ വാപ്പ ചൊല്ലിയ ഒരു കവിതയുണ്ട്. മക്കളെ, എത്ര മനോഹരമായിരുന്നു നമ്മുടെ പെരുന്നാളുകൾ. ഇന്നിതാ വാപ്പ ജയിലിൽ. മക്കളെ, നിങ്ങൾക്കൊന്ന് ഒതുക്കാൻ പോലും തിന്നാൻ പോലും ഭക്ഷണമില്ലാതെ നിങ്ങൾ വല്ലാത്ത കഷ്ടപ്പാടിലായി പോയല്ലോ എന്ന് സ്വന്തം മക്കളെ നോക്കി അദ്ദേഹം കരഞ്ഞിട്ടുണ്ട്. മൊറോക്കോയിലേക്കാണ് കൊണ്ടുപോയത്. സ്പെയിനിൽ നിന്ന് മൊറോക്കോയിലേക്ക്. അവിടെ ക്രൂരമായ ജയിൽ തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടാണ് മുഅ്തമിദ് ബില്ലാഹ് മരിക്കുന്നത്. അദ്ദേഹം പാടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മക്കള് തന്നെ ജയിലിൽ വന്ന് കാണാൻ വന്ന സമയമാണ്. ഫീമാ മളാ കുൻതു ബിൽ അഅയാദി മസ്റൂറാ ഫസാഅകൽ ഈദ് ഫീ അഹ്നാസി മസ്റൂറാ തറാ ബനാതിക ഫീ അത്മാരി ജാഇഅതൻ യഗ്സിൽന ലിന്നാസി മാ യംലിക്ന ഖസ്മീറാ برزنا نحوك للتسليم خاشعة أبصارهن حسيرات مكاثيرا يسعن في الطين والأقدام حافية كأنها لم تطع مسكا وكافورا. മുതഅല്ലിമീങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായി കാണും. തന്റെ മക്കൾ എത്ര ആഡംബരത്തിൽ ജീവിച്ച മക്കളാണ്. ഇപ്പോൾ ഗതി പോലുമില്ലാതെ അവർ തെരുവ് ദണ്ഡികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അക്രമത്തിന് അള്ളാഹു തന്ന ശിക്ഷയാണ് എന്ന് മുഅ്തമിദിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അള്ളാഹു. അക്രമികൾക്ക് ശിക്ഷ വരും. വിഷാദത്തെപ്പ് നടത്തിയ ആളുകളെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രലോഭനങ്ങൾ ചെയ്ത് പൈസ വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞ ആളുകൾ ആ സമ്പത്ത് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല. 1 വർഷം 10 കൊല്ലം 15 കൊല്ലം ആളുകൾക്ക് പിടികൊടുക്കാതെ ജീവിക്കാൻ കഴിഞ്ഞേക്കുമെന്നാൽ ആ സമ്പത്ത് കണ്ണീരിന്റെ സമ്പത്താണ്. എത്രയോ കുടുംബം പാതിരാവുകളിൽ ആക്രമിക്കപ്പെട്ടു പോയവർ കണ്ണുനീർ വാർത്തുകൊണ്ട് പാതിരാവിൽ ദുആ ചെയ്യുന്നുണ്ട്. ആ പ്രാർത്ഥനകളുടെ ഫലം ദുൽമ് ചെയ്ത ആളുകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മുഅ്മിനേ, ന്യായമല്ലാത്ത ഒന്നും നമ്മൾ ആരുടേതും കൈപ്പറ്റേണ്ട. അന്യായമായി വല്ലതും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡോക്യുമെന്റുകൾ നമ്മൾ ഫോർജ് ചെയ്തുണ്ടാക്കുന്നുണ്ടെങ്കിൽ, രേഖകൾ നമ്മൾ കള്ളത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, ഭൂമിയോ വസ്തുവോ സ്ഥലമോ ബിൽഡിങ്ങോ നമ്മുടേതല്ലാത്തത് നമ്മുടേതാക്കിയെടുക്കാൻ വേണ്ടി നിയമപരമായി എന്തെല്ലാം സ്വാധീനം ഉപയോഗിച്ച് നമ്മൾ ഇടപെടുന്നുണ്ടോ, അള്ളാഹു അത് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആ സമ്പത്ത് മുഴുവനും വിറ്റ് വിലക്കെട്ടിയാൽ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട പൈസക്ക് തുല്യമാവില്ല. അള്ളാഹു അങ്ങനെ ചെയ്യുന്നത് ആരുടെയെങ്കിലും സ്വത്ത് അന്യായമായി നമ്മൾ കൈപ്പറ്റുന്നത് കൊണ്ടാണ്. അക്രമത്തിന്റെ പര്യവസാനം വളരെ ദയനീയമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. ഹംസത്തുൽ ബസിയൂനി അക്രമികളിൽപ്പെട്ട ലോകം കണ്ട അക്രമിയായിരുന്നു ഹംസത്തുൽ ബസിയൂനി. അദ്ദേഹം മുസ്ലിമീങ്ങളായ ആളുകളെ ക്രൂരമായി കൊല ചെയ്ത ആളാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളെ അദ്ദേഹം കൊല ചെയ്യുമ്പോൾ അദ്ദേഹം പറയും, എവിടെ നിങ്ങളുടെ അള്ളാഹു, എവിടെ നിങ്ങളുടെ അള്ളാഹു? ആ അള്ളാഹുവിനെ ഞാൻ ഇരുമ്പിൽ കെട്ടിയിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ അള്ളാഹുവിനെയും ഞാൻ ഇരുമ്പിൽ തറക്കും, ഇരുമ്പ് കൊണ്ട് തറക്കും, ഇരുമ്പ് കൊണ്ട് ആണിയടിച്ച് തറക്കും നിങ്ങളെയും നിങ്ങളുടെ അള്ളാഹുവിനെയും എന്ന് പറഞ്ഞിരുന്ന മുസ്ലിമാണ്. പേരുകൊണ്ട് ഹംസത്തുൽ ബസിയൂനി. ഈജിപ്തുകാരനാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സിയോണിസം ഉണ്ടായിരുന്നു. അദ്ദേഹം സെക്യുലർ മുസ്ലിമായിരുന്നു. അദ്ദേഹം അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത മതമേതായാലും കുഴപ്പമില്ല എന്ന് പറയുക മാത്രമല്ല, അള്ളാഹുവിൽ വിശ്വാസം പോലും ഇല്ലാതിരുന്ന ഹംസത്തുൽ ബസിയൂനി മുഅ്മിനീങ്ങളെ ശിക്ഷിച്ചപ്പോഴൊക്കെ പറഞ്ഞത്, എവിടെ നിങ്ങളുടെ അള്ളാഹു എന്ന് വിളിക്കേ. ആ അള്ളാഹു എന്താ വരാത്തത്? ഞാൻ ശിക്ഷിക്കും, അവനെന്താ ഇറങ്ങി വരാത്തത്? ഒന്ന് കൊണ്ടുവാ, അള്ളാഹുവിനെ ഞാൻ ഇരുമ്പ് കൊണ്ട് തറക്കും എന്ന് പറഞ്ഞ ഹംസത്തുൽ ബസിയൂനി കാറോടിച്ചു പോകുന്ന നേരത്ത് ഇരുമ്പിന്റെ കമ്പികൾ വഹിച്ചു പോകുന്ന ഒരു ട്രക്കിന്റെ പിന്നിൽ പോയി ഇടിച്ചുകൊണ്ടാ മരിക്കുന്നത്.
ഇരുമ്പ് കൊണ്ടുപോകുന്ന, ഇരുമ്പിന്റെ അയൺ ബാറുകൾ കൊണ്ടുപോകുന്ന ട്രക്ക്, ആ ട്രക്കിന്റെ ബാക്കിൽ ഇയാൾ പോകുന്ന കാർ ഇടിച്ചുകൊണ്ടാണ് ഹംസത്തുൽ ബസിയൂന് മരിക്കുന്നത്. എങ്ങനെ മരിച്ചെന്നറിയോ? ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇരുമ്പ് കയറിയാണ് ഇയാൾ മരിക്കുന്നത്. അള്ളാഹുവിന് ഇരുമ്പ് കൊണ്ടടിക്കുമെന്ന് പറഞ്ഞ മനുഷ്യന് ഇരുമ്പിന്റെ ഉള്ളിൽ നിന്ന് കഷ്ണം കഷ്ണമായിട്ടാണ് അയാളുടെ ശരീരം മുറിച്ചെടുത്തുകൊണ്ടാണ് രക്ഷപ്പെടുത്തിയത്. രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ വെല്ലുവിളിച്ചു, ഇരുമ്പിന്റെ വാക്ക് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ ഇരുമ്പിലൂടെ അള്ളാഹു മറുപടി കൊടുത്ത മാലിമാണ്, അക്രമിയായിരുന്നു ഹംസത്തുൽ ബസിയൂനി. അതുകൊണ്ട് ആരോഗ്യം കൊണ്ട് വെല്ലുവിളിക്കല്ലേ, ആരോഗ്യം ക്ഷയിച്ചു പോകാനിരിക്കുന്നു. സമ്പത്ത് കൊണ്ട് മേന്മ പറയല്ലേ, അഹങ്കാരം നടിക്കല്ലേ, സമ്പത്ത് നഷ്ടപ്പെടാനിരിക്കുകയാണ്. സുഖസൗകര്യങ്ങളെ കൊണ്ട് അഹങ്കാരം നടിക്കല്ലേ, അള്ളാഹു അത് കൊണ്ടുപോകാൻ കഴിവുള്ളവനാണ്. ഒരാൾക്ക് നൽകിയത് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. അതുകൊണ്ട് ആരും ആരെയും ദുൽമ ചെയ്യാൻ പോവല്ലേ, ആരും ആരെയും ആക്രമിക്കാൻ പോവല്ലേ. അക്രമികളുടെ ദുആ, ആക്രമിക്കപ്പെട്ടവരുടെ ദുആ അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ല. ലൈസ ബൈനഹു വബൈനല്ലാഹി ഹായിൽ. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബീ ദുആദ് എന്ന അന്നത്തെ ഭരണാധികാരിയിൽ നിന്ന് ഒരുപാട് അക്രമം ഏറ്റുവാങ്ങിയ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ക്രൂരമായി, വളരെ ദാരുണമായി ശിക്ഷിക്കപ്പെട്ട നിരപരാധിയായ ഹദീസിന്റെ പണ്ഡിതൻ. 10 ലക്ഷത്തോളം ഹദീസുകൾ മനഃപാഠമുണ്ടായിരുന്നു എന്ന് അബൂ സുറഅ റഹ്മത്തുള്ളാഹി അലൈഹി സാക്ഷ്യപ്പെടുത്തിയ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബീ ദുആബ് ബഹുമാനപ്പെട്ടവരെ വളരെ ക്രൂരമായി ശിക്ഷിച്ചപ്പോഴാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഹ്ബിസ്ഹു ഫീ ജിൽദിഹി വഅദ്ബി. അല്ലാഹുവേ അല്ലാഹുവേ ആ മനുഷ്യന്റെ ശരീരത്തിൽ, തൊലിയിൽ നീ അയാൾക്ക് ശിക്ഷ കൊടുക്കണമേ. പറഞ്ഞത് പരമാസം ഇബ്നു അബീ ദുആബിന്റെ ശരീരം പകുതി ഭാഗം പാരലൈസ് ആയിപ്പോയി, പകുതി ഭാഗത്തിന് അനക്കമില്ല. അനക്കമുള്ള പകുതി ഭാഗത്തിൽ ഒരു ഈച്ച വന്നിരുന്നാൽ അയാൾ പറയുമായിരുന്നു, ഒരു പർവ്വതം ഒന്നാകെ, ഒരു പാറക്കെട്ടൊന്നാകെ എന്റെ ശരീരത്തിൽ വന്ന് പതിക്കുന്ന പോലെ ഒരു ഈച്ചയിരുന്നാൽ. എന്നാൽ അനക്കമില്ലാത്ത ഭാഗത്ത് മുറിച്ചു കൊണ്ടുപോയാൽ പോലും അറിയില്ല. അങ്ങനെ പാതി ജീവനിൽ ജീവിച്ചുകൊണ്ടാ ഇബ്നു അബീ ദുആബ് മരിക്കുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, അസ്വാബത്തിനി ദഅവതു അഹ്മദ് ബിൻ ഹംബൽ, അസ്വാബത്തിനി ദഅവതു അഹ്മദ് ബിൻ ഹംബൽ. അഹ്മദ് ബിൻ ഹംബൽ എന്ന ഇമാമിന്റെ പ്രാർത്ഥനയാണ് എനിക്ക് സംഭവിച്ചു പോയത്. മഹാന്മാരായ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ കേടായി പ്രാർത്ഥിച്ചു പോയാൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആലിമീങ്ങൾ കേടായി ദുആ ചെയ്തു പോയാൽ അത് ജീവിതകാലം മുഴുവനും പിന്തുടർന്നുകൊണ്ടിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, നമുക്ക് സംരക്ഷണം നൽകട്ടെ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ആക്രമിക്കപ്പെട്ടു പോയപ്പോ ആ ആക്രമിക്കപ്പെട്ട സമയത്ത് ചെയ്ത പ്രാർത്ഥനയാണ് ഇബ്നു അബീ ദുആബിന്റെ ജീവിതത്തിൽ ശരീരം തളർന്നു പോകുന്ന സുഖമായി അത് പുലരാൻ കാരണമെന്ന് ചരിത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ലാ തുളിമന്ന ഇദാ മാ കുൻത മുഖ്തദിറാ ഫദ്ദുൽ ആഖിറുഹു യുഫ്ളി ഇലൻ നദമി تنام عينيك تنام عينك والمظلوم منتبه يدعو عليك وعين الله لم تنمي. ആരെയും ആക്രമിക്കാൻ പോവല്ലേ, ആരെയും അന്യായമായി പീഡിപ്പിക്കാനോ അന്യരുടെ സമ്പത്തെടുക്കാനോ പിടിച്ചു പറിക്കാനോ ചിന്തിക്കല്ലേ. അള്ളാഹു അക്രമികളുടെ കൂടെയല്ല, ആക്രമിക്കപ്പെടുന്നവരുടെ കൂടെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ സംരക്ഷണം അക്രമികൾക്കില്ല. അക്രമം ചെയ്യാതിരിക്കാം. അള്ളാഹു നമുക്ക്